ഈ കഷ്ടകാലം വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് വരും എന്ന് പറഞ്ഞ മാതിരിയാണ് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിന്റെ അവസ്ഥ. നമുക്കറിയാം മോളുടെ 5000 റുപ്യന്റെ സാരി 10,000 റുപ്യക്ക് വിൽക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അഹാന കൃഷ്ണ എയറിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പൊ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതിനിടയിലാണ് ഇവരുടെ കുടുംബത്തിൽ ഫാൻസി ഓർണമെന്റ്സ് വിൽക്കുന്ന ഓബൈ ഓസി എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ദിയ കൃഷ്ണക്കെതിരെ ഒരു കപ്പിള് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കപ്പിൾ എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാപനത്തിൽ പോയി പർച്ചേസ് ചെയ്ത കസ്റ്റമർ ആണ് കേട്ടോ. ഈ കസ്റ്റമർ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ പ്രൊഡക്റ്റ് തീരെ ക്വാളിറ്റി ഇല്ല, വിലക്കനുസരിച്ചുള്ള ക്വാളിറ്റി ഇല്ല എന്നൊക്കെയാണ്. അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫും ഒട്ടും കസ്റ്റമർ ഫ്രണ്ട്ലി അല്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹേയ് ദയർ പൂജ ഹിയർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവരുടെ വോയിസ് പുറത്തു വരുന്നത്. നമ്മൾ എന്തായാലും ആ ചാനലിലൂടെ പുറത്തു വന്ന വോയിസ് ഒന്ന് കേട്ടോക്കാം. ഞാൻ എന്റെ കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എന്റെ ഫിയാൻസിയും കൂടെ ദിയയുടെ ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പൊ ഇവരുടെ പേജില് ഫോട്ടോസും ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നല്ല സാധനം കിട്ടും എന്നുള്ളൊരു. അവിടെ ചെന്നപ്പം മറ്റേ കേസിലൊക്കെ ഉണ്ടായിരുന്ന കൺസൾട്ടൻസ് സ്റ്റാഫ് അവരാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ അവർക്ക് എടുത്ത് കാണിക്കാൻ താല്പര്യമില്ല. എന്റെ കൂട്ടത്തിൽ എടുത്ത് കാണിച്ചത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇവർ പറയുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വായിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനം വരുന്നുണ്ടായിരുന്നത്. എന്റെ കളറും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡിന് 2 ജൂനിയേഴ്സ് ഇടുന്ന പോലൊരു ലിപ്പൊന്നും തന്നെ സാധനമല്ല. അപ്പൊ ആദ്യം ഒരു പീസ് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും കുറച്ച് ചിലപ്പോ റേറ്റ് കുറഞ്ഞ ഈ ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും, നേരെ നല്ലത് കാണുന്നു വിചാരിച്ചു. അങ്ങനെ നേരെ ചോദിച്ചപ്പോ എടുത്തു തരാൻ വയ്യ, അത് മെയിൻ കാര്യം പിന്നെ എങ്ങനെയെങ്കിലും എടുത്തു തന്നു. അത് നോക്കിയപ്പോ അതും ഇതേപോലെ തന്നെ കുറേ ബോക്സിൽ കുറേ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മള് കണ്ടത് മൊത്തവും ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. കണ്ടാല് ഒരു ലോക്കൽ ഇത് തോന്നും. അന്ന് എങ്ങനെയായിരുന്നു, നമുക്ക് കൂടുതൽ ടൈം കൊണ്ട് നിൽക്കാൻ പോലും തോന്നില്ല. നമ്മള് പെട്ടെന്ന് ഇറങ്ങി. ഇല്ല നമ്മള് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. 2 കാര്യം കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് എടുക്കാണ്ടിരുന്നത്. മെയിനായിട്ട് സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ക്വാളിറ്റി നമുക്കൊരു വെഡിങ്ങിന് പർച്ചേസ് ചെയ്യാനാ പോയത്. അതിന് ഇടാൻ പറ്റുന്ന നമ്മൾ ഇവരുടെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എടുത്ത് തരാൻ ഇൻട്രസ്റ്റും ഇല്ല, സ്റ്റാഫൊന്നും ഒട്ടും ഒരു താല്പര്യം ഇല്ലാതെയാണ് എങ്ങനെയാണ് കേട്ട് നോക്കിപ്പോ എന്നുള്ളൊരു ഇതിലാണ് നിന്നത്. അങ്ങനെയാണെങ്കിലും സാധനം നല്ലതായിരുന്നു കേൾക്കുമായിരുന്നു. പിന്നെ നമ്മള് ഒരുപാട് നേരം അവിടെ നിന്നില്ല. ഓക്കെ, കേട്ടല്ലോ. ദിയന്റെ സ്ഥാപനത്തിൽ പർച്ചേസിന് പോയ ഒരു കസ്റ്റമറുടെ അനുഭവമാണ് നമ്മളിപ്പോ കേട്ടത്. ഇവരെന്താ കല്യാണത്തിന് ആവശ്യവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പർച്ചേസിന് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഇവർ ആക്ച്വലി പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ഒട്ടും പോരാ, ഫോട്ടോയിൽ കാണുന്ന ക്വാളിറ്റി ഒന്നും നേരിട്ട് ചെല്ലുമ്പോൾ കാണുന്നില്ല, അതുപോലെ തന്നെ സ്റ്റാഫ് ഒട്ടും ഫ്രണ്ട്ലി അല്ല എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഇനി സംസാരിച്ച ആളുടെ ഭർത്താവും ആ സമയത്ത് അവരുടെ കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇനി അവരുടെ അനുഭവം നമുക്കൊന്ന് കേട്ടോക്കാം. അവിടെ നമ്മൾ കണ്ടിടത്തോളം എന്താണ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് വന്ന വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി പാവയിൽ വരച്ചു വെച്ചേക്കുന്നതാണ് കുറച്ച് കളക്ഷനാണ് നമുക്ക് ഫുള്ള് എടുത്ത് കാണിച്ചത്. ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു. അതായത് ഇതാണോ ഇനി അവര് കൊറിയർ ചെയ്യുന്നത്, അത് ഇനി പ്രീമിയം സാധനങ്ങൾ വേറെ മാറ്റി, അതായത് ഇപ്പൊ വന്ന് കയറാൻ നേരത്തെ അവരുടെ ലുക്കോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കണേന്നൊന്നും അറിഞ്ഞൂടാ. തിരിച്ചിറങ്ങി പോകാൻ നേരത്താണെങ്കിലും ഒരു മൈൻഡും ഇല്ല, ഫോണെ പോയിട്ട് വരണേ വരട്ടെ. എനിക്ക് അന്ന് അതൊക്കെ പീക്ക് ടൈമായിരുന്നു തോന്നുന്നു, മറ്റേ പറ്റിക്കുന്നതിന്റെ സാധനം കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി ഇല്ല. അത് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ നല്ലൊരു ലുക്കുള്ള സാധനം ആയിരിക്കും എന്ന്. പക്ഷേ എടുത്തു തരുന്ന സാധനം നമ്മളിങ്ങനെ മീഷോയില് നല്ല സാധനം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ആ ക്വാളിറ്റി കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, നമുക്കത് വാങ്ങിക്കാനും തോന്നത്തില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ അനുഭവം എന്ന് പറയുന്നത്. എന്തായാലും ഇവർ ഈ പർച്ചേസ് നടത്തിയിട്ട് കുറച്ചായി കേട്ടോ. എനിക്ക് തോന്നുന്നത് ദിയന്റെ സ്ഥാപനത്തിൽ മറ്റേ സ്റ്റാഫ് തട്ടിപ്പ് നടത്തിയ ഒരു സമയം ഉണ്ടല്ലോ, 65 ലക്ഷം രൂപ തിരിമറി നടത്തിയ സമയം, ആ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഇവർ പർച്ചേസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് ഒട്ടും ഫ്രണ്ട്ലി അല്ല എന്നുള്ള ആരോപണം നമുക്ക് അവിടെ തള്ളിക്കടയാം. കാരണം ആ സമയത്തുള്ള സ്റ്റാഫ് എന്തായിരുന്നു, ആരായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. എങ്ങനെ ദിയയിൽ നിന്നും പണം തട്ടണം എന്ന് ചിന്തിച്ച് നടക്കുന്ന സ്റ്റാഫായിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്നത്. സോ അവരിൽ നിന്നും ഒരു മോശം പെരുമാറ്റം ഉണ്ടായി എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിൽ നമുക്ക് ദിയയും ദിയയുടെ സ്ഥാപനത്തെയും കുറ്റപ്പെടുത്താനുമില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് ആ ആരോപണം മാറ്റിവെക്കാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇവർ പറഞ്ഞ മറ്റൊരു ആരോപണം, ശരിക്കും അതാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതായത് പ്രൊഡക്റ്റിന് ഒട്ടും ക്വാളിറ്റി ഇല്ല, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ പ്രൈസും ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ളത്. ഇതിൽ ദിയക്കും ദിയന്റെ സ്ഥാപനത്തിനും ഉത്തരവാദിത്തം ഉണ്ട്. അതിന് നമുക്കിപ്പോ സ്റ്റാഫിനെ കുറ്റം പറയാൻ പറ്റൂലല്ലോ, കാരണം ഇത്തരം കാര്യങ്ങളൊന്നും സ്റ്റാഫിന് കൈകടത്താൻ പറ്റൂല. സ്റ്റാഫിന് ആകെ കൈകടത്താൻ പറ്റുന്നത് സ്ഥാപനത്തിലേക്ക് വരുന്ന എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ മാത്രമാണ്. അല്ലാതെ അവിടത്തേക്ക് ഏത് പ്രൊഡക്റ്റ് കൊണ്ടുവരണം, അതിന് എത്ര വരെ നിശ്ചയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ദിയ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ആരോപണം മുഖവിലേക്ക് എടുക്കപ്പെടേണ്ട ആരോപണം തന്നെയാണ്. എന്തായാലും ഇതിനുശേഷം ഈ വോയിസ് പുറത്തു വിട്ട വ്യക്തി ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കേട്ടോക്കാം. ഇത്രയും ലോ ക്വാളിറ്റി ഫീൽ ചെയ്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇത്രയും ദൂരെ പോയി അവിടെ പോയി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയിട്ടും ഒന്നും തന്നെ എടുക്കാതെ തിരിച്ചിറങ്ങി വരേണ്ടി വന്നത് അവിടുത്തെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ്. ലോ ക്വാളിറ്റി സാധനമാണ് അവിടെ കാണിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല, ആരെങ്കിലും ഒക്കെ ഒബയോസിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഹൈ എൻഡ് സാധനമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ പേജിൽ നിന്ന് എനിക്കും ഇങ്ങനെ ഈ ആദ്യകാലങ്ങളിലൊക്കെ ഇത് കാണുന്ന സമയത്ത് പല പ്രോഡക്റ്റും കാണുമ്പോൾ പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു ഇതാണോ പ്രീമിയം ക്വാളിറ്റി. കാരണം പലതും മറ്റേ ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്ന അങ്ങനത്തെ കളറിലുള്ള സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെയാണ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ പേജിൽ കാണുന്ന പല സാധനങ്ങളും ഞാൻ വേറെ പേജുകളിൽ കാണാറുണ്ട്, ഫ്ലിപ്കാർട്ടില് പിന്നെ മീഷോയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഈ മീഷോയുടെ ക്വാളിറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം കിട്ടിയാ കിട്ടി, ഇല്ലേ പോയി എന്നുള്ള രീതിയിലാണല്ലോ മിക്കവാറും ഒക്കെ വരാറുള്ളത്. സോ അതിന് നമുക്ക് ഒരു അഷ്വറൻസ് എന്തായാലും പറയാൻ പറ്റില്ല. ഇവരിപ്പോ ഈ ഓബയോസിൽ ഇപ്പൊ സെല് ചെയ്യുന്ന കുറെ സാധനങ്ങൾക്ക്, അതായത് റീസെന്റ് ഞാൻ കണ്ട കുറെ സാധനങ്ങൾ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്, അതിന്റെ ഒരു പ്രൈസ് ഒരു ഇളക്കത്താലി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണല്ലോ ഈ ഇളക്കത്താലി എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ ഇളക്കത്താലി ചോക്കർ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1099 rupees ആണ് ഇതിന്റെ റേറ്റ്. ഇതേപോലെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണോ അല്ലാത്തതെന്നുള്ളത്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിന്ന്. വേറെ 316 രൂപ എനിക്ക് അതിനായുള്ളൂ. ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിന്റെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇളക്കത്താലി ഇത്രയും റേറ്റ് കുറവിനോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോക്കകത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഡേ ലൈറ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട്, പിന്നെ എന്റെ ഗോൾഡ് ചെയിന്റെ കൂടെ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു പുതിയൊരു ഗോൾഡ് എന്തെങ്കിലും ഓർണമെന്റ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളറിലാണ് ആ സാധനം വരുന്നത്. അത് കണ്ട ഗോൾഡ് പ്ലേറ്റഡ് എന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കണ്ടതിന് ശേഷം ഞാൻ അതൊന്നും ചുരണ്ടി നോക്കി. അപ്പൊ സത്യം പറഞ്ഞാൽ അത് ഇളകിയൊന്നും വരുന്നില്ല. ഇങ്ങനെ എന്തോ ഒരു കട്ടിയുള്ള സാധനം അതിന്റെ പുറത്തുള്ള പോലെ എനിക്ക് തോന്നി, ഒരു ലെയർ. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് ആണെന്ന് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. നല്ല ക്വാളിറ്റി സാധനമാണ്. വെറും 316 രൂപ. ഇവരുടേത് 1099. ഓവർ പ്രൈസ്ഡ് ആണ് ഓബയോസിയുടേതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനി എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഇതെല്ലാം അവരുടെ ബിസിനസ് ആണ്. സോ അവർക്ക് പ്രോഫിറ്റ് എത്രത്തോളം വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. എന്ന് കരുതി ഇങ്ങനെയുണ്ട് പ്രോഫിറ്റ് ഡിസൈഡ് ചെയ്യല്. 300 രൂപയ്ക്ക് അപ്പുറത്ത് കിട്ടുന്ന സാധനം ഇപ്പുറത്ത് 1999 രൂപയ്ക്ക് വിൽക്കാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എത്ര ഇരട്ടിയാണ് ലാഭം എടുക്കുന്നത്? 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ലാഭം എടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലടേ. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് അതൊന്നുമല്ല. ഈ കൃഷ്ണകുമാറിന്റെ മക്കൾക്ക് എന്താ ആർത്തി മൂത്ത് ഭ്രാന്തായതാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഒരുത്തിയത് ഒരു സാരി ബ്രാൻഡ് തുടങ്ങിയിട്ട് 5000-ന് അപ്പുറത്ത് കിട്ടുന്ന സാരി ഇപ്പൊ 10,000-ന് ഇവിടെ വെക്കുന്നത്. വേറെ ഒരുത്തിയാണെങ്കിൽ ഓർണമെന്റ്സ് ഷോപ്പ് തുടങ്ങിയിട്ട് 300 രൂപക്ക് അപ്പുറത്ത് കിട്ടുന്ന ഓർണമെന്റ്സ് ഇവിടെ 1999 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇത് എന്തൊരു കൊള്ള ലാഭമാണടേ. പണത്തിന് ഇങ്ങനെ ഉണ്ട് ആർത്തി. വാങ്ങാൻ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ കൊള്ളടിക്കാൻ പാടുണ്ടോ? ബ്ലേഡ് കമ്പനിക്കാർക്ക് പോലും ഇതിന് മാന്യതയുണ്ട്. അവരൊന്നും ഇങ്ങനെ ആൾക്കാരെ കൊള്ളടിക്കൂല, ഉള്ളത് പറയാലോ. ഇനി ഞാനിപ്പോ ഇതൊക്കെ പറയുമ്പോൾ കുറെ കമന്റ് ബോക്സിൽ വരും, നിനക്ക് എന്താണ് കൃഷ്ണകുമാറിന്റെ ഫാമിലിയോട് ഇത്ര വൈരാഗ്യം? അവര് മാത്രം അവിടെ കച്ചവടം ചെയ്യുന്നുള്ളൂ, ഇവിടെ കച്ചവടം ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഇനി അവരെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറെ കമന്റ് ബോക്സിൽ വരും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, തട്ടിപ്പ് എവിടെ കണ്ടാലും നമ്മൾ എക്സ്പോസ് ചെയ്യും. ഇതിനു മുമ്പ് ഇഷ്ടംപോലെ കമ്പനികൾ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമ്പനികൾ എക്സ്പോസ് ചെയ്തത് നമ്മുടെ ചാനലിലൂടെയാണ്. അതുകൊണ്ട് തട്ടിപ്പ് കൃഷ്ണകുമാറില്ല, മുഖ്യമന്ത്രിയുടെ മക്കൾ നടത്തിയാലും നമ്മൾ അത് എക്സ്പോസ് ചെയ്യും. അതിന് കൃഷ്ണകുമാർ ഇന്ന ആളൊന്നൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ഇവരുടെ കുടുംബത്തോട് വൈരാഗ്യം വെച്ച് നടക്കേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നു, അത്ര മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. അറ്റ് എൻഡ് നിങ്ങളുടെ പണം എവിടെ മുടക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് വീണ്ടും ആ കൂടെവർക്ക് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ഇവര് നടത്തുന്നത് കൊള്ളലാഭമാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഞാനത് നിങ്ങളെ അറിയിക്കുന്നു. എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾ ഇതിനെ കാണേണ്ടതില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിവേ, ഇനി ഈ വീഡിയോക്ക് താഴെ വന്നൊരു കമന്റ് ഞാനൊന്ന് വായിച്ചു തരാം. ഞാനും ഓൺലൈൻ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്നുമാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത്. പക്ഷെ അതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി ആണ് എന്ന് ഇവർ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുറെ ശ്രദ്ധയിൽ പെടാറുണ്ട്. 200-ന്റെ പ്രൊഡക്റ്റ് 600-ന് സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് വാങ്ങാൻ ആളുണ്ട്. ഇസിക്ക ജ്വല്ലർ ആകൃതിയൊക്കെ
ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, അതാണ് എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ. എവിടുന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷെ ഇതുപോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും ഓൺലൈൻ പോർട്ടലുകളിൽ നിന്നും ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്ന എന്തുകൊണ്ട് നന്നായിരിക്കും. സെയിം പ്രൊഡക്റ്റ് വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് ഒരു പ്രൈസ് കമ്പാരിസൺ നടത്തിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലാതെ ഒരു സെലിബ്രിറ്റി ബ്രാൻഡാണ്, അവർക്ക് 4 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് കരുതി അവരെന്ത് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ടെന്ന് കരുതി ചാടി കയറി വാങ്ങാൻ നിൽക്കണ്ട. അവസാനം അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പണിയായി മാറാൻ പോകുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കടുപ്പ് വശം എന്ന് പറയുന്നത്. ഇനി ദിയ കൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വേറെയും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് കേട്ടോ. റീസെന്റ് ഞാൻ ഒരു പോഡ്കാസ്റ്റ് ചാനൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നോട് പ്ലേ ചെയ്യാം. നമുക്ക് അതും കൂടി കണ്ട ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. റീസെന്റ് ആയിട്ടല്ല, എന്നാലും ഓബയോസി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് പൈസ വെട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തേക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അവർക്കൊക്കെ ലക്ഷങ്ങൾ കിട്ടണോ? ഞാൻ 65 ലക്ഷം രൂപ പോയിട്ട് അറിഞ്ഞില്ലല്ലോ. ഞാനൊക്കെ അങ്ങനെ ആവുന്നത് 65 ലക്ഷം പോയാൽ സന്തോഷിക്കും. ശരിക്കും അതൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ? 65 ലക്ഷം രൂപ പോയത് ഒരു മനുഷ്യൻ അറിയുന്നേ ഇല്ല. അപ്പൊ അയാൾ അത്രയും റിച്ച് അല്ലേ? 65 ലക്ഷം രൂപ മറ്റൊരു പോയൊരു പോയിന്റ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ പോയി അറിയോ? 65 ലക്ഷം രൂപ പോയാൽ അറിയോ? അല്ല, അറിയില്ലടി. ഞാനറിയും. അപ്പൊ നമ്മളൊക്കെ അറിയും. അപ്പുറത്തെ ഒരു മനുഷ്യൻ അറിയുന്നില്ല. അപ്പൊ അയാൾ അത്രമേൽ പൈസ ഉണ്ടാക്കിയിട്ട് അത് കളഞ്ഞേക്കണം. ഹേയ്, അതുകൊണ്ടായിരിക്കില്ല ഈ കച്ചവടം നടത്തി കഴിഞ്ഞാണെങ്കിൽ ഇത്രയും ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോഴായിരിക്കും ദിയക്ക് ഒരു റിയലൈസേഷൻ കിട്ടുന്നത്. അതിനെ സന്തോഷമായിരിക്കും ചിലപ്പോൾ പ്രകടിപ്പിച്ചത്. പിന്നെ ആ സമയത്ത് ആള് പ്രഗ്നന്റും കൂടി ആയിരുന്നല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതിനൊരു സന്തോഷം പുള്ളിക്കാരന്റെ മനസ്സിലുണ്ടാവും. എനിവേ, ഇവർ ഈ പോഡ്കാസ്റ്റിൽ പ്രകടിപ്പിച്ച ഇതേ ഡൗട്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാറിന്റെ ഒരു ഇന്റർവ്യൂ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കച്ചവടം നടത്തി 65 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടും എങ്ങനെയാണ് ദിയ കൃഷ്ണക്ക് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ നീ എല്ലായിരുന്നു അന്ന് ദിയക്ക് 65 ലക്ഷം രൂപ നഷ്ടപ്പെട്ടപ്പോൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തത്, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ദിയ കൃഷ്ണന്റെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ 100% കുറ്റക്കാരിയെ തട്ടിപ്പ് നടത്തിയവർ തന്നെയാണ്. അല്ലാതെ ദിയ കൃഷ്ണ അവിടെ കുറ്റക്കാരിയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അതിന് പറയാനും പോകുന്നില്ല. ആ വിഷയത്തിൽ നമ്മൾ 100% ദിയക്കൊപ്പം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു തട്ടിപ്പ് അവിടെ നടന്നിട്ടും പിന്നീട് അങ്ങോട്ട് വളരെ കളിച്ച് തിരിച്ച് സന്തോഷവതിയായിട്ട് ദിയ കൃഷ്ണ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു അത്ഭുതം കൊണ്ട് നമ്മൾ ചോദിച്ചു പോയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് എന്റെ പേഴ്സിൽ നിന്ന് ഒരു 100 രൂപ ഇതേമാതിരി എവിടെയോ താഴെ പോയി. ഞാനത് കോളേജിൽ എങ്ങാനും പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടുമാണത്. അങ്ങനെ അത് പോയത് കാരണം അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ആ ടെൻഷൻ ആലോചിച്ചിട്ട്. അങ്ങനെ ജീവിക്കുന്ന നമ്മളൊക്കെ ഒരാൾ 65 ലക്ഷം രൂപ പോയിട്ടും യാതൊരു കൂസലും ഇല്ലാതെ നടക്കുന്നത് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നൂലേ? ആ അത്ഭുതം പ്രകടിപ്പിച്ചതാണ് സംഭവം. അല്ലാതെ ദിയന്റെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടന്നപ്പോ ദിയാകൃഷ്ണ മനഃപൂർവ്വം ഉണ്ടാക്കിയ തട്ടിപ്പാണെന്നൊന്നും ഞാൻ എവിടെയും വാദിക്കാൻ നിന്നിട്ടില്ല, കൂട്ടത്തിൽ പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇത്രയുമായി സ്ഥിതിക്ക് അവസാനമായ ഒരു കാര്യം കൂടി പറയാം. ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നമ്മുടെ പണം എവിടെ ചെലവാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഇത്തരം കൊള്ള ബിസിനസ് നടത്തുന്നവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് പൂർണ്ണമായും നമ്മളാണ്. അതുകൊണ്ട് എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയണത്, നിങ്ങൾ ഇനി അങ്ങോട്ട് ഓൺലൈനിൽ നിന്നും എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ചിന്തിച്ചു കണ്ട് പർച്ചേസ് നടത്തുക. ഓബയോജി എന്നാണെങ്കിലും എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒരു പ്രൈസ് കമ്പാരിസൺ നടത്തുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അവരുമായി സിമിലർ ആയിട്ട് കച്ചവടം നടത്തുന്ന മറ്റുള്ള പേജുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതേ പ്രോഡക്റ്റ് അവിടെ വിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് അവിടെ വിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഒരു പ്രൈസ് കമ്പാരിസൺ നടത്തുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ എത്രത്തോളം മാർജിനിലാണ് ഈ സാധനം വിൽക്കുന്നത് എന്നുള്ളത്. അത് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് നടത്തുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം വെറുതെ അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പോലെ ആകും അത്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിവേ, ഇത്രയൊക്കെ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.